അറബ് രാജ്യങ്ങൾ യുണൈറ്റഡായിട്ട് ഇസ്രായേലിനെ എതിർക്കുന്നില്ലല്ലോ. സമാധാനം സ്ഥാപിക്കുകയാണ്, ഇസ്രായേലുമായിട്ട് സമാധാനം സ്ഥാപിക്കാനാണ് എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നത്. അവിടെ ഇവർ അത് ചെയ്തത് ഒരു ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള കാര്യമല്ല എന്ന് ഖത്തർ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അത് അവർ അംഗീകരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഇതിനെതിരായിട്ട് ഇസ്രായേലിനെതിരായി വലിയ ആക്രമണം ഉണ്ടാകും തോന്നുന്നില്ല. പോരെങ്കിൽ പ്രസിഡന്റ് ട്രംപ് ഇത് അറിഞ്ഞിരിക്കണം. അതൊരു പക്ഷേ ഇറാൻ തീർച്ചയായിട്ടും അറബ് രാജ്യങ്ങളെ വീക്കൻ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇറാനൊരു ഇതിനായിട്ട് പ്രതികരിക്കുമെന്ന് തോന്നുന്നില്ല. ഇസ്രായേൽ തീർച്ചയായിട്ടും പാലസ്റ്റീൻകാരെ അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെന്തോ ഒരു സിസ്റ്റത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കോണ്ടെക്സ്റ്റിലായിരിക്കും ഇതിനെ കാണുക, ഖത്തറിൻ്റെ കോണ്ടെക്സ്റ്റിലല്ല. പാലസ്റ്റീനെ ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്യാൻ പുതിയ ധാരാളം രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്, വെസ്റ്റേൺ രാജ്യങ്ങൾ. അപ്പോൾ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അവിടുന്ന് മുഴുവൻ പാലസ്റ്റീനിയൻസിനെയും പുറത്താക്കണം, ഒരു ജിനസൈഡ് നടത്തി തന്നെ, ജനങ്ങളെ വധിച്ച് തന്നെ അത് ഒഴിപ്പിച്ചെടുത്ത് അവിടെ വേറെ ഒരു പുതിയ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു റിസോർട്ട് ഉണ്ടാക്കി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യം പുലർത്താനുള്ള ശ്രമമാണ് അവർ നടക്കുന്നത് എന്നുള്ളത് തീർച്ചയാണ്. അതിനെ മുഴുവനായിട്ട് എതിർക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും കഴിയുകയില്ല. ഏത് രീതിയിലായിരിക്കും ഖത്തർ ഇസ്രായേൽ ആക്രമണത്തോട് പ്രതികരിക്കാൻ പോകുന്നത്? ഒരു സമ്പൂർണ്ണ സൈനിക രാജ്യമല്ലാത്തതിനാൽ തന്നെ ഒരു പ്രത്യാക്രമണത്തിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഇല്ല, പ്രത്യാക്രമണത്തിന് സാധ്യതയില്ല. കാരണം അവർക്കറിയാം ഇത് അവർക്കെതിരായിട്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷെ ഖത്തറിന് ആവശ്യം വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പുറത്തു വാങ്ങിക്കാനുള്ള കഴിവുണ്ടല്ലോ. പക്ഷെ ഇതെനിക്ക് തോന്നുന്ന ഒരു ഐസൊലേറ്റഡ് ആയിട്ട് കണക്കാക്കി ഇസ്രായേലിനെതിരായിട്ട് ഖത്തർ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹമാസ് നശിച്ചെങ്കിൽ അത് നല്ലതാണ് എന്നായിരിക്കും ഒരുപക്ഷെ പലരും വിചാരിക്കുന്നത്. ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഗൾഫ് രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു അറബ് രാഷ്ട്രത്തിന് നേർക്ക് ആക്രമണം നടന്നിട്ട് മറ്റ് അറബ് രാഷ്ട്രങ്ങളിൽ നിന്നൊന്നും ഒരു പ്രത്യാക്രമണത്തിനുള്ള സാധ്യത ഇല്ലാതാകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇന്നത്തെ സ്ഥിതിവിശേഷം കൊണ്ടാണ്. കാരണം അറബ് രാജ്യങ്ങൾ യുണൈറ്റഡായിട്ട് ഇസ്രായേലിനെ എതിർക്കുന്നില്ലല്ലോ. സമാധാനം സ്ഥാപിക്കുകയാണ്, ഇസ്രായേലുമായിട്ട് സമാധാനം സ്ഥാപിക്കാനാണ് എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നത്. പല രാജ്യങ്ങളും അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സൗദി അറേബ്യയും കൂടെ അത് ചെയ്തിരുന്നെങ്കിൽ ഇത് ഇല്ലാതാകുമായിരുന്നു ഈ പ്രശ്നം. കാരണം അറബ് രാജ്യങ്ങൾ പൊതുവെ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ പൊതുവെ ഇതിൽ ഇൻവോൾവ് ആകുകയില്ലായിരുന്നു. പക്ഷേ ഇത് ഖത്തറിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് അവിടെ ഇവരത് ചെയ്തത് ഒരു ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള കാര്യമല്ല എന്ന് ഖത്തർ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അത് അവർ അംഗീകരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഇതിനെതിരായിട്ട് ഇസ്രായേലിനെതിരായി വലിയ ആക്രമണം ഉണ്ടാകും തോന്നുന്നില്ല. പോരെങ്കിൽ പ്രസിഡന്റ് ട്രംപ് ഇത് അറിഞ്ഞിരിക്കണം. അതൊരു പക്ഷേ നേരത്തെ ഖത്തറിനെ അറിയിച്ചിരിക്കുകയും സഹിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇറാനാണ് യുദ്ധത്തിനുള്ള എല്ലാ കരുത്തും ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ വീണ്ടും ഇസ്രായേലിനെ തിരിച്ചടിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ ഈ ഖത്തർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ? അതൊരു സാധ്യതയുണ്ട്. കാരണം അവരിങ്ങനെ കണക്കുകൂട്ടി വെക്കുകയാണല്ലോ എന്തൊക്കെ കുറ്റങ്ങളാണ് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് എന്ന കൂട്ടത്തിൽ ഇതും ഇതാണ് ഒരു അഗ്രസീവ് ആക്ട് ആണെന്ന് ഇറാൻ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇറാൻ തീർച്ചയായിട്ടും അറബ് രാജ്യങ്ങളെ വീക്കൻ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇറാനൊരു ഇതിനായിട്ട് പ്രതികരിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു കാരണം കൂടിയാണ് ഇറാൻ കൂടുതൽ ഒരു പ്രോ പാലസ്റ്റീൻ പൊസിഷൻ എടുക്കാനൊക്കെ സാധ്യത ഉണ്ട് ഈ കാരണം. സർ, ശരിക്കും ഗാസയിൽ വെടിനിർത്തലിനുള്ള ശ്രമങ്ങളോട് മുഖം തിരിക്കുകയല്ലേ ഇസ്രായേൽ ചെയ്യുന്നത്? മുൻപ് ഈജിപ്തും ഖത്തറും ഉണ്ടാക്കിയ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. ഇപ്പോഴും ഗാസ സിറ്റി പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് ആക്രമിക്കുകയാണല്ലോ ഇസ്രായേൽ. അപ്പോൾ എങ്ങനെ കാണുന്നു ഇസ്രായേലിന്റെ ഈ ആക്രമണങ്ങളെ? അതൊരു എല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണ്. കാരണം ഇസ്രായേൽ തീർച്ചയായിട്ടും പാലസ്റ്റീൻകാരെ അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെന്തോ ഒരു സിസ്റ്റത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കോണ്ടെക്സ്റ്റിലായിരിക്കും ഇതിനെ കാണുക, ഖത്തറിൻ്റെ കോണ്ടെക്സ്റ്റിലല്ല. അതായത് പാലസ്റ്റീനെ ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്യാൻ പുതിയ ധാരാളം രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്, വെസ്റ്റേൺ രാജ്യങ്ങൾ. അപ്പോൾ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്, പാലസ്റ്റീൻ സ്റ്റേറ്റ് അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ കാരണം കൊണ്ട് അവരെ എതിർക്കാനോ അല്ലെങ്കിൽ ഈജിപ്തിനെ ഖത്തറിനെ ഇതിൽ നിന്ന് പിന്മാറ്റാനോ ഒന്നും ആരും ആഗ്രഹിക്കുമെന്ന് തോന്നുന്നില്ല. ആ പീസ് പ്രോസസ്
മുന്നോട്ട് തന്നെ പോകാനാണ് സാധ്യത. ഗാസ ആക്രമണത്തിന്റെ പേരിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നിട്ടും ആക്രമണം തുടരുന്നതിന്റെ കാരണം എന്താകും? അത് ഇസ്രായേലിന്റെ നേച്ചർ അങ്ങനെയാണല്ലോ. അവരെപ്പോഴും ഒരു ഫൈറ്റിംഗ് നേഷനാണ്. അവർ സെഞ്ചുറീസിനോളം അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് ഇത് അവർ കാണാൻ സാധ്യതയുള്ളൂ. അവിടെ നിന്ന് മുഴുവൻ പാലസ്റ്റീനിയൻസിനെയും പുറത്താക്കണം. ഒരു ജിനസൈഡ് നടത്തി തന്നെ, ജനങ്ങളെ വധിച്ച് തന്നെ അത് ഒഴിപ്പിച്ചെടുത്ത് അവിടെ വേറെ ഒരു പുതിയ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു റിസോർട്ട് ഉണ്ടാക്കി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യം പുലർത്താനുള്ള ശ്രമമാണ് അവർ നടക്കുന്നത് എന്നുള്ളത് തീർച്ചയാണ്. അതിനെ മുഴുവനായിട്ട് എതിർക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും സപ്പോർട്ടോടുകൂടിയാണ് ഈ പാലസ്റ്റൈൻകാരെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നത്. അത് എപ്പോഴായാലും ഒറ്റയ്ക്കാണ്ടി വന്നാലും അവർ നഷ്ടം സഹിക്കേണ്ടി വന്നാലും അവർ ആ സമരം തുടരുക തന്നെ ചെയ്യും. ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിന്റെ വരും വരായികളെ കുറിച്ചെല്ലാം ഇസ്രായേൽ ആലോചിച്ചു കാണുമല്ലോ. പിന്നെയും ഏത് സാഹചര്യത്തിലായിരിക്കാം ഇങ്ങനെയൊരു ആക്രമണം നടന്നത്? അതൊരു ബാലൻസ് ഓഫ് റിസ്ക്സ് എപ്പോഴും ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ സാധിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ സമയവും അതിൻ്റെ രണ്ട് വശങ്ങളും അവർ പഠിച്ചിട്ടായിരിക്കും അത് ചെയ്യുക. അപ്പോൾ ഖത്തറിന് അത് മനസ്സിലാക്കിയിട്ട് റിയാക്ട് ചെയ്യില്ല എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ് അവരൊരു പക്ഷേ ഇത് ചെയ്യുന്നത് വിചാരിക്കുക. അതുകൊണ്ട് ഖത്തറിനൊരു പ്രത്യേക രീതിയിൽ എതിർക്കുകയോ അല്ലെങ്കിൽ ഖത്തറിൻ്റെ ഖത്തറിൻ്റെ റോൾ മീഡിയേറ്ററി റോൾ വേണ്ടെന്ന് വയ്ക്കുക എന്നൊന്നും ഇതിനകത്ത് അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഐസൊലേറ്റഡ് ഇൻസിഡൻ്റായി കണക്കാക്കപ്പെടുകയേ ഉള്ളൂ ലാർജർ പശ്ചിമേഷ്യയുടെ കാര്യം വരുമ്പോൾ.